മലയാള സിനിമയിൽ നിരവധി മനോഹര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് സുമലത. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും സ്ത്രീകൾക്ക് സിനിമയിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും തുറന്നു പറയുകയാണ് സുമലത. പീഡനാരോപണം ഉന്നയിക്കാൻ ധൈര്യം കാണിച്ച സ്ത്രീകളെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് മുൻ പാർലമെൻറ്റ് അംഗം കൂടിയായ സുമലത. പ്രമുഖ ചാനലിനോടായിരുന്നു സുമലതയുടെ പ്രതികരണം. മലയാള സിനിമയിൽ നിരവധി സ്ത്രീകൾക്ക് മോശം അനുഭവം നേരിട്ടിട്ടുള്ളതായി താൻ കേട്ടിട്ടുണ്ടെന്ന് സുമലത പറഞ്ഞു. അത്തരം അനുഭവങ്ങൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. മലയാളത്തിലെന്നല്ല, ഏത് സിനിമാ ഇൻഡസ്ട്രിയിലും രാഷ്ട്രീയത്തിലും പവർ ഗ്രൂപ്പുകളുണ്ട്. മോശം അനുഭവം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന സ്ത്രീകൾക്ക് അഭിനന്ദനങ്ങൾ. അതിന് കാരണമായ WCCക്കും അഭിവാദ്യങ്ങൾ. ഈ മേഖലയിൽ ആരും തുറന്നു പറയാത്ത പരസ്യമായ രഹസ്യങ്ങളായിരുന്നു ഇതെല്ലാം. ഇത് ചരിത്രത്തിലെ സുപ്രധാന നിമിഷങ്ങളാണ്. മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടുമുള്ള സിനിമാ മേഖലയിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ചരിത്ര നീക്കമാണിത്. ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമൊരുക്കാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട്. ഇതിനെല്ലാം നടപടിയും ഉണ്ടാകണം. മലയാള സിനിമയിൽ മുമ്പ് കേട്ടിട്ടുള്ള കഥകൾ പലതും പേടിപ്പെടുത്തുന്നതാണ്. ഞാൻ ജോലി ചെയ്ത പല സെറ്റുകളും കുടുംബം പോലെയായിരുന്നു. അതല്ലാത്ത കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. അവസരങ്ങൾക്ക് സഹകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്നും ചിലർ പിന്തുടർന്ന് വേട്ടയാടുന്നുവെന്നും പല സ്ത്രീകളും എന്നോട് തന്നെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് അവർക്കെല്ലാം തുറന്നു പറയാൻ പേടിയായിരുന്നു. തുറന്നു പറയുന്നവരെ മോശക്കാരാക്കുന്ന പ്രവണതയായിരുന്നു അന്ന്. പരാതി പറയുന്നവരെ മോശം കണ്ണിലൂടെ കാണുന്ന കാലം. അത് മാറുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ അത്തരം സംഭവങ്ങൾക്ക് സാക്ഷിയല്ല. എങ്കിലും ഇക്കാര്യം ഞെട്ടിക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ ഞാനാളല്ല. മലയാളത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നു എന്നെനിക്കറിയില്ല. ഹോട്ടൽ റൂമുകളിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് കേട്ടിട്ടുണ്ട്. പല ഭാഷകളിലും ഈ പ്രശ്നമുണ്ട്. പക്ഷേ ശക്തമായ നിലപാടെടുത്താൽ അവർ അതിന് ധൈര്യപ്പെടില്ല. മലയാള സിനിമാ മേഖലയിൽ ഒറ്റയ്ക്ക് ഹോട്ടലിൽ താമസിക്കുന്ന നടിമാരുടെ കതകിലടിക്കുന്ന സംഭവമൊക്കെ ഞാൻ മുമ്പും കേട്ടിട്ടുള്ളതാണ്. സെറ്റുകളിലെ സ്ത്രീ സുരക്ഷയ്ക്കായി കൃത്യ നിയമങ്ങൾ കൊണ്ടുവരിക എന്നത് മാത്രമാണ് വഴി. അത് തെറ്റിക്കുന്നവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണം. അതിന് കൃത്യമായ നിയമ സംവിധാനമാണ് വേണ്ടത്. അത് കൊണ്ടുവരാൻ ഏറ്റവും കൃത്യമായ സമയം ഇതാണ്. സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയ്ക്കായി നിയമങ്ങൾ നടപ്പാക്കാൻ സെൻസർ ബോർഡ് പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ഒരു സംഘടനാ സംവിധാനം വേണം. അതിനായി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. ഈ പൊതു നിയമം ഏത് സിനിമാ വ്യവസായത്തിലും കർശനമായി നടപ്പാക്കണം. അതിന് ഭാഷാഭേദം പാടില്ല. യൂണിയനുകളോ സംഘടനകളോ ഒന്നും തൊഴിൽദാതാക്കളല്ല. അതിനാൽ തന്നെ അവർക്ക് ഒരു ചട്ടം നടപ്പാക്കാൻ അധികാരവുമില്ല. അവർ പറയുന്നത് ഒരു നിർമ്മാതാവോ സംവിധായകനോ പ്രൊഡക്ഷൻ ഹൗസോ കേൾക്കണമെന്നുമില്ല. അതിനാൽ സെൻസർ ബോർഡ് മാതൃകയിൽ ദേശീയ തലത്തിൽ ഒരു പൊതു സംവിധാനം ഭരണഘടനാ പ്രകാരം രൂപീകരിക്കണം. അവരായിരിക്കണം ഈ ചട്ടങ്ങൾ നടപ്പാക്കേണ്ടതെന്നും സുമലത പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നിരവധി താരങ്ങൾ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്തു വന്നിരുന്നു. സിനിമാ സെറ്റിൽ കാരവനിൽ ഒളിക്യാമറ സ്ഥാപിച്ച് നടിമാരുടെ ദൃശ്യങ്ങൾ പകർത്തി എന്ന ആരോപണവുമായി നടി രാധിക ശരത് കുമാർ രംഗത്തെത്തിയിരുന്നു. തമിഴ് സിനിമയിലെ ഉന്നതനായ താരം ഒരു യുവനടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും രാധിക വെളിപ്പെടുത്തി. രാധികയുടെ വെളിപ്പെടുത്തൽ തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ ഏറെ ചർച്ചയാകുകയും ചെയ്തു.